കോവിഡിൻ്റെ കാലത്ത് ക്യാമ്പസ് പൊളിറ്റിക്സിൻ്റെ ആവശ്യകത, അതിലെന്തൊക്കെ വേണം വേണ്ട എന്നതിനെപ്പറ്റി സാറിൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് നിന്ന്, പ്രത്യേകിച്ചും കേരള മോഡൽ ഓഫ് എഡ്യൂക്കേഷനിൽ ഷെയർ ചെയ്യുമോ? അതെ, ഞാൻ ക്യാമ്പസ് പോളിറ്റിക്സ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ക്യാമ്പസ് പോളിറ്റിക്സിൽ എൻഗേജ് ചെയ്ത ആളുമായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഇലക്ഷനൊക്കെ നിന്നിട്ടുണ്ട്. അവസാനം ഡോക്ടർ വാര്യർ എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ അതിൽ നിന്ന് മാറ്റിയത് ക്യാമ്പസ് പോളിറ്റിക്സ് മോശമായതുകൊണ്ടല്ല, സിവിൽ സർവീസ് കയറണമെങ്കിൽ ക്യാമ്പസ് പോളിറ്റിക്സ് അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്ന് ഞാൻ വിഡ്രോ ചെയ്തത്. അല്ലെങ്കിൽ കുറേ കൂടെയൊക്കെ മുന്നോട്ട് പോകുമായിരുന്നു. വൈ ഐ സേ ഇറ്റ് ബിക്കോസ് ഈ ക്യാമ്പസ് പോളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ചില ഒരു വിധ്വംസക പ്രവർത്തനമാണെന്നൊക്കെ മനസ്സിലുണ്ടാകുമായിരിക്കും. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ. കാരണം ഡെമോക്രസിയിലാകുമ്പോൾ ആ ഡെമോക്രസിയുടെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുക, അതെങ്ങനെ നാഷണൽ ലൈഫിലെ ബാധിക്കുന്നു, ഇലക്ഷൻസ് എങ്ങനെ നടത്തുന്നു, ക്യാമ്പയിൻ എങ്ങനെയാണ്, ഇതെല്ലാം പഠിക്കേണ്ട ആവശ്യമാണ്. കാരണം നമ്മുടെ വിദ്യാർത്ഥികളിൽ പലരും മേ ബി അബൌട്ട് 10-20% വിൽ ഗോ ഇൻ ടു പോളിറ്റിക്സ്. പണ്ടൊക്കെ അത് ലോ കോളേജിന് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു, മറ്റ് കോളേജിൽ അധികം ഇല്ലാതിരുന്നു. പക്ഷേ ഇപ്പോഴത് കുറേ കൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റെസ്പോൺസിബിൾ പോളിറ്റിക്സ് ഓൺ ദ ക്യാമ്പസ് എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതൊരു അക്കാഡമിക്കായിട്ട് വരണം ആദ്യം. ദേ ഷുഡ് നോ വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോഡ്, എന്ത് തരത്തിലുള്ള അജണ്ടയാണ് മുന്നോട്ട് വയ്ക്കേണ്ടത്, അങ്ങനെ എങ്ങനെ ഇലക്ഷൻ വിൻ ചെയ്യാൻ കഴിയും, ചെയ്താൽ എങ്ങനെ നമ്മൾ ഏബിൾ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ, ക്രിയേറ്റ് പോളിസീസ്, അതൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷനാണ്. അത് നമ്മൾ പഠിക്കുന്നേ ഇല്ലല്ലോ വേറെ ഒരു തരത്തിലും. അപ്പോൾ ഒരു ക്യാമ്പസിൽ പൊളിറ്റിക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അതങ്ങ് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുകയാണ്. അതെ, അതിപ്പോൾ ഒന്നും പരിചയമില്ലാത്തവരായിരിക്കും ഒരുപക്ഷെ അധികാരത്തിലേക്ക് വരിക എന്നുള്ളത്. അതുകൊണ്ട് പക്ഷേ ഡോൺസ് എന്താണെന്ന് തീർച്ചയായിട്ടും പറയാം. വയലൻസ് അവോയ്ഡ് ചെയ്യണം തീർച്ചയായിട്ടും. ഇലക്ഷൻസ് ഓർഡർലി ആയിട്ട് നടത്തണം. അതിന് വെളിയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് വരാൻ പാടില്ല. പോളിറ്റിക്സിൻ്റെ പേരായിരിക്കാം, പക്ഷേ വെളിയിൽ നിന്നുള്ള ആളുകൾ വന്ന് ഇടപെടുന്ന സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല. റെസ്പോൺസിബിളായിട്ട് എല്ലാം ചെയ്യണം. ഇതൊക്കെ ഒരു ഐഡിയൽ സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് പലരും ഇതെല്ലാം ഐഡിയലായിട്ട് നടത്താൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇല്ലാതാക്കുക എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുള്ളത്. പക്ഷേ അതിനെ കുറച്ചുകൂടെ കൺസ്ട്രക്റ്റീവായിട്ട് എൻകറേജ് ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ തന്നെ ചരിത്രം നോക്കിയാൽ ഇപ്പം വയലാർ രവി ആയാലും കെ ആൻ്റണി ആയാലും ഉമ്മൻചാണ്ടി ആയാലും ഇവരൊക്കെ കോളേജിലെ ക്യാമ്പസ് ഇലക്ഷനിൽ നിന്ന്, ക്യാമ്പസ് പോളിറ്റിക്സിൽ നിന്ന് ഉയർന്നു വന്നവരാണ്. അപ്പോൾ അവർക്കുണ്ടായിരുന്ന കഴിവുകൾ തീർച്ചയായിട്ടും ക്യാമ്പസിൽ തന്നെ ഡെവലപ്പ് ചെയ്തതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ പേര് ആ സ്ഥിതിയൊന്നും എത്തിയിട്ടില്ലെന്ന് വരില്ല, പക്ഷേ കേരളത്തിൽ തന്നെ അതിനകത്ത് എക്സാമ്പിൾസ് ഉണ്ടല്ലോ. നമുക്ക് നല്ല ലീഡേഴ്സിനെ കിട്ടിയുള്ളത് ക്യാമ്പസിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടൊരു റെജിമെൻറ്റഡ് എന്നല്ല പറയേണ്ടത്, ഒരു സ്ട്രക്ചേർഡ് കൈൻഡ് ഓഫ് politics must be introduced. It should be on a political basis. There's no problem in that. പക്ഷേ മോർ ഇൻ ടേംസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ റൺ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇലക്ഷൻ കൊണ്ട് തീരുന്നില്ല. അപ്പോൾ ഒരു കൺസ്ട്രക്റ്റീവായിട്ട് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് അവരെ ഭാവിയിൽ നല്ല രാഷ്ട്രീയ നേതാക്കന്മാരാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്യാമ്പസ് പോളിറ്റിക്സ് വേണം. റെഗുലേറ്റഡ് ആയിട്ടല്ല, പക്ഷേ റിസ്ട്രെയിൻഡ് ആയിട്ട്, വയലൻസ് ഇല്ലാതെ എൻകറേജ് ചെയ്യണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ സ്കൂൾ തലത്തിൽ തന്നെ അതിൻ്റെ ഒരു ആവശ്യകതയില്ല. പ്രത്യേകിച്ചും സിവിക് സെൻസ് ഉണ്ടാക്കുന്നതിൽ, സിറ്റിസൺഷിപ്പ് ഫോം ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ പോസിറ്റീവ് ഡിബേറ്റിംഗ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ,
ഇങ്ങനെയുള്ള മേഖലയിൽ ഇത് സ്കൂളിലും അത്തരത്തിലൊരു ഒരു കണ്ടിന്യൂസ് ഒരു ഡെയിലി ബേസിസിൽ അത്തരത്തിലൊരു കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ വേണ്ടില്ല, അല്ലാതെ ഒരു ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് കാണാതെ പഠിക്കുന്നതിനപ്പുറത്തേക്ക് ആക്റ്റീവായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അതെ, സോഷ്യൽ എൻഗേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് പൊളിറ്റിക്കൽ സ്കൂളിലായാലും, എഡ്യൂക്കേഷൻ. അതെ സ്കൂളിലായാലും, സ്കൂളിൽ പക്ഷേ തെരഞ്ഞെടുപ്പൊന്നും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രമാത്രം അവർ മെച്യൂർ ആയിട്ടിരിക്കില്ലല്ലോ. പക്ഷേ റൂൾസ് ഓഫ് ദ ഗെയിം ഷുഡ് ബി ടോട്ട് ആൻഡ് ബി എൻകറേജ്. ഇപ്പോൾ മോണിറ്ററെ ഇലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ബോയ് ഫസ്റ്റ് ഗേൾ, ഇതൊക്കെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. അവർ തന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരുടെ ഭാവിയെ സഹായിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള ഒരു പവർ ഡെലിഗേഷൻ സ്കൂളുകളിൽ നടക്കുന്നുണ്ടോ? നടക്കുന്നില്ല മുഴുവനായിട്ട്. കാരണം നമ്മൾ കുട്ടികളെല്ലാം ഗൈഡ് ചെയ്തുകൊണ്ടാണ്. ഇപ്പം ഹെഡ് ബോയെ തന്നെ ടീച്ചർ പിടിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത്രയായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ ഇറ്റ് ഡിഫേഴ്സ് ഇൻഡിവിജ്വൽസ് എന്ന് വെച്ചാൽ ആർക്കാണ് റെസ്പോൺസിബിലിറ്റി കിട്ടുന്നത്. അങ്ങനെ ഒരു പവർ ഡെലിഗേഷൻ നടന്നാലല്ലേ ഈ പറയുന്ന അവർക്ക് എങ്കിലേ പഠിക്കാൻ പറ്റുള്ളൂ. കാരണം അവർ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടെങ്കിൽ മാത്രമല്ലേ അവർ ഭാവിയിൽ അങ്ങനെ ആവുള്ളൂ. അപ്പോൾ ഒരു മോഡൽ കരിക്കുലം സ്കൂൾ ലെവലിലും ഇതിനെ സംബന്ധിച്ച് ഉണ്ടാവേണ്ടതില്ലേ, എന്നാലല്ലേ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് പ്രാക്ടിക്കലായിട്ട് ഹയർ എഡ്യൂക്കേഷനിൽ ചെയ്യുക. അതെ അതെ. അങ്ങനെ ഒരു 2 സ്റ്റേജസ് ആയിട്ടായിരിക്കും ഒരു പക്ഷേ നല്ലത്. അപ്പോൾ ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ കരിക്കുലം, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കരിക്കുലം ഡ്രാഫ്റ്റ് ചെയ്യാൻ സാറിന് അവസരം കിട്ടിയാൽ സ്കൂൾ ലെവലിൽ, അതുപോലെ തന്നെ കോളേജ് ലെവലിൽ മാറ്റി വയ്ക്കുക, സ്കൂൾ ലെവലിൽ എത്തിയാൽ അതൊരു ഒരു മോഡൽ UN-ൻ്റെ UN റെപ്ലിക്കയുടെ ഫോർമാറ്റ് ഒരു ഗ്ലോബൽ ബെഞ്ച് മാർക്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ സാറിൻ്റെ ഒരു ആശയം എന്തായിരിക്കും? അല്ല, തീർച്ചയായിട്ടും അത് പക്ഷേ എഡ്യൂക്കേഷൻ ലെവലായിരിക്കണം ആദ്യം. എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കണമല്ലോ. എന്തൊക്കെയാണ് അവരെ പഠിപ്പിക്കേണ്ടതെന്ന്, പിന്നെ അതെങ്ങനെ പഠിപ്പിക്കണം, അത് പ്രാക്ടിക്കലിലേക്ക് ഏത് ഇയറിൽ പോകണം എന്നൊക്കെ നമുക്കൊരു വെച്ചപ്പോൾ ഒരു ഹൈ സ്കൂൾ വരുമ്പോൾ മാത്രമേ അത് ആക്ച്വൽ പ്രാക്ടീസ് ചെയ്യുന്നതിലാകാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സിവിക് സെൻസ് എന്നൊക്കെ നേരത്തെ നമ്മൾ ആലോചിച്ചല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ, ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റൈറ്റ്സ് ഇൻ എ ഡെമോക്രസി, കോൺസ്റ്റിറ്റ്യൂഷൻ, അതൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്കായിട്ടല്ല, ഒരു പ്രാക്ടിക്കലായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ UN റെപ്ലിക്ക പോലെയുള്ള മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ വെച്ചാൽ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് സ്കൂളുകളിൽ അത് എഫക്റ്റീവ് ഉള്ളൂ. കാരണം അധ്യാപകർക്കും പേരൻസിനും ഇത് ബോധ്യപ്പെടണം, ഇതിൻ്റെ ഒരു ആവശ്യകത, ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ഗൈഡ് ഉണ്ടാവണം. സോ ദർ ഷുഡ് ബി എ ബൈബിൾ, ഒരു കരിക്കുലം ഡോക്യുമെൻ്റ് ഉണ്ടാവണം. എന്നാലാണ് അത് ഒരു ലെസൺ പ്ലാൻ ആയിട്ടും അത് ക്ലാസ് റൂമിലേക്കും ഓരോ. നമുക്ക് സിവിക്സ് സ്റ്റഡീസ് ഉണ്ടായിരുന്നല്ലോ ബുക്കൊക്കെ. ഇപ്പോൾ സിവിക്സ് ഒന്നും പഠിപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ അത് സിവിക്സ് എന്ന് പറയണമെന്നില്ല, ഏതെങ്കിലും തരത്തിൽ ഈ സോഷ്യൽ എൻഗേജ്മെൻറ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡീലിംഗ് വിത്ത് അതർ പീപ്പിൾ, അതൊക്കെ പഠിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അതിൽ തന്നെ കുട്ടികളെ സ്ട്രക്ചർഡായിട്ട് തന്നെ പഠിപ്പിക്കാവുന്നതാണ്. അതെ, അതല്ല നമ്മളത് UN റെപ്ലിക്കായി ചെയ്യുന്നത്. സെക്യൂരിറ്റി കൗൺസിലിനും ഒരു ആക്ച്വൽ ടോപ്പിക് എടുത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവരെന്നിട്ട് ഫോളോ ചെയ്യുന്നത് വാട്ട് ഹാപ്പൻസ് ഇൻ ദ UN. ഇപ്പോൾ ഒരു അമേരിക്കൻ ഡെലിഗേറ്റ് ആണെങ്കിൽ ഹി സ്പീക്സ് ലൈക്ക് ആൻ അമേരിക്കൻ ഡെലിഗേറ്റ്. ഒരു പ്ലേ ആക്ടിങ് ആണ്. പക്ഷേ ആ പ്ലേ ആക്ടിങ്ങിൽ ഒരുപാട് ലെസൺസ് അവർ പഠിക്കുന്ന കാണുന്നുണ്ട്. നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, ഈ 10 കൊല്ലം ആയപ്പോഴത്തേക്ക് എത്രയോ എക്സ്പേർട്സ് വന്നിരിക്കുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ. അപ്പോൾ അത് ആ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് എല്ലാ സ്കൂളുകളിലും ഉണ്ടായത് നല്ലതാണ്. സാറ് ആക്റ്റീവ് പൊളിറ്റിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ് പല മേഖലയിലും. നോട്ട് ബീയിങ് എ കാൻഡിഡേറ്റ്. അതെ അതെ, ഓഫ് കോഴ്സ്. അത് ഒന്ന് മാറി നിൽക്കാറുണ്ട്. സാറിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറ്റവും എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കാൻഡിഡസിയായിട്ട് ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാൻഡിഡേറ്റിൻ്റെ ഒരു മെറിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിട്ട് തന്നെയാണ് സാറ് ആ കാൻഡിഡേറ്റിനെ ബാക്ക് ചെയ്തിട്ടുണ്ടാവുക? മറ്റേ തീർച്ചയായിട്ടും. കാരണം എനിക്ക് അദ്ദേഹത്തിനെ ഓരോ വർഷങ്ങളായിട്ട് അറിയാം. ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥനാണല്ലോ. അപ്പോൾ പലപ്പോഴും അദ്ദേഹത്തോട് സംസാരിക്കാനും പെരുമാറാനും ഒക്കെ കഴിഞ്ഞുകൊണ്ട് എനിക്കൊരു നല്ല ഇമ്പ്രഷൻ അദ്ദേഹത്തെ പറ്റി ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ കാൻഡിഡേറ്റായി വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് ആക്ച്വലി അദ്ദേഹം ആദ്യം വന്നത് എൻ്റെ വീട്ടിലാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതും. അപ്പോൾ എനിക്ക് വളരെ ഒരു കംഫർട്ടബിളായിട്ട് തോന്നി ക്യാമ്പയിനിങ് ഫോർ ഹിം. അപ്പോൾ അത് ഒരു തരത്തിൽ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നാണ് എൻ്റെ തന്നെ വിശ്വാസം. കാരണം ഒരു BJP അല്ലാത്ത ഒരാൾ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽസിൻ്റെ ഇടയിൽ ഇവിടെ ഒരു നല്ല ഇമ്പ്രഷൻ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിൻ്റെ കണക്ക് നോക്കിയാലും
സാധാരണ മറ്റ് കാൻഡിഡേറ്റിന് കിട്ടുന്ന വോട്ടുകളിൽ പലതും മാറി എന്ന് നമുക്ക് തന്നെ അറിയാം. കാരണം ഞാൻ മറ്റേ ക്യാമ്പിൽ നിന്നും ഇത് ക്യാമ്പയിൻ ചെയ്തതാണല്ലോ ആദ്യം. അപ്പോൾ ആ ഇത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു 2-3 ട്രേറ്റ്സ് എന്താണ് സാറിനെ കൂടുതൽ ഇമ്പ്രസ് ചെയ്ത സ്പെസിഫിക് ഇല്ല, ആയിട്ട്? ഒന്നാമത് ഈസ് വെരി സിസ്റ്റമാറ്റിക്, ഈസ് നോട്ട് വെരി ഫ്ലാംബോയൻറ്റ്. വാട്ട് ഹി സേസ് ഹി മീൻസ്. പുള്ളിയുടെ ഇത് തന്നെ ക്യാമ്പയിൻ തന്നെ അതായിരുന്നല്ലോ, എന്ത് ചെയ്യാം, ചെയ്യുന്നതേ പറയൂ, പറയുന്നതേ ചെയ്യുള്ളൂ എന്നൊക്കെ അത് അദ്ദേഹം വിശ്വസിക്കുന്നത് തന്നെയാണ്. അപ്പോൾ കൂടുതൽ ആവശ്യം ഇതൊക്കെ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസൊക്കെ വലിയ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു. 3 ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കും, 4 പിന്നെ IIT ഉണ്ടാക്കും എന്നൊക്കെ, IIT ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നതൊക്കെ അദ്ദേഹം വെട്ടിക്കുറച്ചു. അപ്പോൾ റിയലിസ്റ്റിക് സെൻസ് ഓഫ് റിയലിസം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ ഫ്ലാഷി അല്ല, ആളുകളോട് സംസാരിക്കാനൊക്കെ വളരെ നല്ല കൾച്ചേർഡാണ്. പിന്നെ റെക്കോർഡുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ റെക്കോർഡുണ്ടെന്ന് പറഞ്ഞാൽ ഈ മിനിസ്ട്രിയിലുണ്ടായിരുന്നതും അതുപോലെ ടെക്നോളജി. അപ്പോൾ ഒരു മോഡേൺ മാൻ, നോട്ട് എ പൊളിറ്റീഷ്യൻ ബട്ട് എ മോഡേൺ മാൻ എൻ്ററിങ് പൊളിറ്റിക്സ് വിൽ ഡു എ ലോട്ട് ഓഫ് ഗുഡ് ടു അസ് എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പോഴും ആ ഒരു എക്സ്പെക്ടേഷൻ സാറിനുണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ല, അദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ എന്തൊക്കെയോ എക്സ്പെക്റ്റേഷൻ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സ്ട്രഗിളാണ്. കാരണം ഈ ഡിസ്ട്രാക്റ്റഡ് ബൈ സോ മെനി തിങ്സ്. പക്ഷെ എന്നാലും കൂടുതൽ സമയം ഇവിടെ ചിലവാക്കണമെന്നും കേരളത്തിൽ താല്പര്യം എടുക്കണമെന്നും ഒക്കെ ഞാൻ എപ്പോഴും ഉപദേശിക്കാറുണ്ട്. ഈ 2047 പറ്റി നമ്മൾ പറഞ്ഞു. അവിടെ നമുക്കിപ്പോൾ ഒരു ബ്രെയിൻ ഡ്രെയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അടുത്ത ഒരു 10-15 വർഷം ഇത് പിടിച്ചു കെട്ടാൻ പറ്റില്ല. പക്ഷേ ഒരു 2047 ആകുമ്പോഴേക്കും നമുക്കൊരു ബ്രെയിൻ ഗെയിൻ ഉണ്ടാകുന്ന ഒരു കാലം സാറ് എൻവിഷൻ ചെയ്തിട്ടുണ്ടാവും. കാരണം ഈ പറഞ്ഞ പ്രത്യേകിച്ചും സാറിൻ്റെ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റുമായിട്ടും അതിലേക്ക് എത്തിയ പ്രവർത്തനങ്ങളിലെല്ലാം. അപ്പോൾ ഒരു ബ്രെയിൻ ഗെയിൻ കേരളത്തിൽ ഉണ്ടാകാൻ ഒരു ഡെസ്റ്റിനേഷൻ ഓഫ് എഡ്യൂക്കേഷനായിട്ടും ഡെസ്റ്റിനേഷൻ ഓഫ് ടെക്നോളജി ആയിട്ടും ഡെസ്റ്റിനേഷൻ ഓഫ് AI ആയിട്ടും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ഓഫ് ബയോ ടെക്നോളജി ആയിട്ടും ഒക്കെ കേരളം മാറേണ്ടതുണ്ട്. അപ്പോൾ ഈ 2047 ഈ പറയുന്ന ഒരു ബ്രെയിൻ ഗെയിൻ ഉണ്ടാകും, ഇന്ത്യ വളരുന്നു, ഒരു സൂപ്പർ പവർ ആകുന്നു, അതിൽ കേരളം എക്സ്ക്ലൂഡായി പോകുന്നുണ്ട് എന്ന് സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇപ്പോൾ എനിക്കൊരു മൂന്നാമത്തെ വേർഡ് ബ്രെയിൻ ഓവർഫ്ലോ എന്നുള്ളതാണ്. കാരണം കുറേ പേരൊക്കെ പോയാൽ പോലും വലിയ നഷ്ടമൊന്നും നമുക്കുണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് ഈ ആളുകൾ പോകുന്നതിനെ ഞാൻ വിശേഷിപ്പിക്കാറില്ല സാധാരണ. കാരണം നമുക്ക് ബ്രെയിൻ പവർ ലെഫ്റ്റ് ഈവൻ ആഫ്റ്റർ സം ഓഫ് ദീസ് പീപ്പിൾ ഹാവ് ലെഫ്റ്റ്. അപ്പോൾ അവർ പോയതുകൊണ്ടും പല ഗുണങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. ചിന്ത വഴിയായാലും ഓരോ ദിവസവും എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ നടത്തണമെന്ന് അഡ്വൈസ് തരുന്നത് അമേരിക്കയിലിരിക്കുന്ന മലയാളികളാണ്. ഇവിടെ റോഡിന് ഇത് വേണം, പ്ലാസ്റ്റിക് നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ ചിന്ത വരുന്നത് അവിടെ ജീവിച്ചതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും റെമിറ്റൻസസ് അല്ലാതെ തന്നെ, റെമിറ്റൻസ് ഇപ്പോൾ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഫോറിൻ റെമിറ്റൻസ് കിട്ടുന്നത് ഇന്ത്യയിലാണ്. അപ്പം അത് വളരെ വാല്യുബിൾ ആണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷെ അത് കൂടാതെ തന്നെ ഡെയിലി തിങ്കിങ്, നമ്മുടെ ലീഡേഴ്സിനൊക്കെ അവർക്ക് ഇൻപുട്സ് കൊടുക്കാറുണ്ട്. ചിദംബരം പറയാറുണ്ടായിരുന്നു, എനിക്ക് ദിവസവും 10 ലെറ്റേഴ്സെങ്കിലും അമേരിക്കയിൽ നിന്ന് കിട്ടും, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത അവർക്ക് ഉണ്ടാകുന്നത് കൊണ്ട് അവർ പുറത്തു പോയതുകൊണ്ട് ജസ്റ്റ് നോട്ട് എ ടോട്ടലി വേസ്റ്റ് അല്ല. അത് പണം മാത്രമല്ല, അതിന് മറ്റു തരത്തിൽ ടെക്നോളജി ആയാലും ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്. അവരിവിടെ വരുമ്പോഴും അതിന് ആ ക്ലീൻലിനെസ് അല്ലെങ്കിൽ ഓർഡർലിനെസ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ നമ്മുടെ കൂടെ. അതെ. അപ്പോൾ അതും പ്രയോജനപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആളുകൾ പോകാതിരിക്കരുത്, പോകുന്നതാണ് നല്ലത്. നമ്മുടെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ പോകുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ മോദി റെജീമിൻ്റെ കാലത്ത് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്ന മാറ്റത്തെ പറ്റി ഒരു ആസ് എ ഡിപ്ലോമാറ്റ് സാറിൻ്റെ ഒരു ഇന്ത്യയുടെ ഒരു ഫേസ് അല്ലെങ്കിൽ ഇന്ത്യയെ പറ്റിയുള്ള ഒരു ലോകത്തിൻ്റെ ഒരു വീക്ഷണം, പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ ചേഞ്ച് വന്നിരിക്കുന്ന മാറ്റത്തെ പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇല്ല, ഫോറിൻ പോളിസിയുടെ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അഗ്രസീവ് ആൻഡ് അസർട്ടീവ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മളെപ്പോഴും ഒരു ദല്ലാൾ റോളിലാണ് പ്രവർത്തിച്ചത്. ഇപ്പം ഇസ്രയേലും പാലസ്തീനുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവരോട് ഈ വാക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടും ഈ വാക്ക് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ കോംപ്രമൈസ് ചെയ്യുന്ന ലിംഗ്വിസ്റ്റിക് കോംപ്രമൈസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലും. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മളെപ്പോഴും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ പെർമനൻറ്റ് മെമ്പർ ആകണമെന്നോ ഒന്നുമില്ല. പലതരത്തിലും ഇൻഡിവിജ്വൽസ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട് ടു ഡിപ്ലോമാറ്റിക് ലൈഫ്. അതാണ് ചെയ്തിരുന്നത്. പക്ഷേ മിസ്റ്റർ മോദി പറയുന്നത് നമ്മളിത് വാച്ച് ചെയ്താൽ പോരാ, പുറത്തു നിന്ന് ഐ വോണ്ട് ടു ജമ്പ് ഇൻ ടു ദ വാട്ടർ ആൻഡ് ബി എ പ്ലെയർ
ആൻഡ് ദാറ്റ്സ് വാട്ട് ഹി ഹാസ് ട്രൈഡ് ആൻഡ് ദാറ്റ് ഹി ഹാസ് ഗോട്ട്. പക്ഷേ ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ. ഇപ്പോൾ പെർമനൻറ്റ് മെമ്പർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാറ്റഗറിയാണ്. അത് ഗ്ലോബൽ നമുക്ക് ഹൈറാർക്കി. അത് ഒരിക്കലും നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഈ വീറ്റോ പവർ ഉള്ളത് കൊണ്ട് അത് എല്ലാ കാര്യങ്ങളിലും അവർക്ക് അതിന് പ്രാധാന്യം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പറ്റി നല്ലതായിട്ട് പറയുമ്പോൾ 5 പെർമനൻറ്റ് കഴിഞ്ഞ മെമ്പേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ഇന്ത്യ ആണെന്ന് പലരും പറയാറുണ്ട്. പല സ്റ്റഡീസിലും അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു ബാലി കയറാമലയാണ്, അത് സംഭവിക്കില്ല. പക്ഷേ വിതിൻ ദാറ്റ് നമുക്ക് നമ്മുടെ ഇൻഫ്ലുവൻസും നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ടു ദ UN അത് വളരെ ആബ്സല്യൂട്ടാണ്. സാധാരണക്കാർ പോലും UN നല്ലതാണ് എന്തിനാണെന്ന് അവർക്കറിയില്ലെങ്കിൽ അതെ പോലും അതെ. UN ഒരു അൾട്ടിമേറ്റ് ആണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ നാട്ടിലുണ്ട്. ആ യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം നല്ല ഇതാണ്, നമ്മുടെ ആളുകൾ അവിടെ ഉണ്ടെന്നുള്ളതും ഒക്കെ വളരെ പ്രയോജനപ്പെടും. അപ്പോൾ മിസ്റ്റർ മോദി ഇപ്പം നേടിയെടുത്തിരിക്കുന്നത് ഒരു 5ാമത്തെ പൊസിഷനെങ്കിലും അല്ലെങ്കിൽ 6ാമത്തെ പൊസിഷനെങ്കിലും ഇന്ത്യക്ക് ഉണ്ട് ഇൻ്റർനാഷണൽ പോളിറ്റിക്സ് എന്നുള്ളത് ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ഉണ്ട്. അതുപോലെ ഇപ്പം 4ാമത്തെ പ്രസിഡന്റ് ട്രംപ് വിളിച്ച 4ാമത്തെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആണല്ലോ. അപ്പോൾ അതിൽ എത്രയോ പേര് അദ്ദേഹത്തിൻ്റെ അലൈസ് എന്ന് വിചാരിക്കുന്നവരെ വിളിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചു എന്നുള്ളത് അതിന് വേറെ മോട്ടിവേഷൻസ് ഒക്കെ കാണുമായിരിക്കും. ഒരാൾ പറഞ്ഞ് കൊല്ലാൻ വിളിക്കുകയാണോ വളർത്താൻ വിളിക്കുകയാണോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പം രണ്ടും നടന്നിട്ടുണ്ട് അതെ അതെ. ഈ ചർച്ചകളിൽ. അപ്പോൾ അസർട്ടീവായിട്ട് നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. യു തിങ്ക് അബൌട്ട് അതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ ഒപ്പീനിയൻ എല്ലാവരും വന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നമുക്കൊരു റെപ്യൂട്ടേഷൻ പണ്ടേ ഉണ്ട്. പക്ഷേ ഈ ഇദ്ദേഹം വന്നതിന് ശേഷം കുറച്ചും കൂടെ ഒരു അസർട്ടീവാണ്, കുറച്ചും കൂടെ ഡെയറിങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുമുണ്ട് തീർച്ചയായിട്ടും. ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ എലോൺ മസ്ക് വന്ന് ചെയ്യുന്ന ഒരു കാര്യം മലയാളികൾ എത്ര പേര് അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയില്ല. അവർ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫോം ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ ഇന്നൊവേഷനും റിഫോർമേഷനും വേണ്ടിയിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഫോം ചെയ്യുകയും അവിടെ ഈ മോഡേൺ ടെക്നോളജികൾ മോഡേണൈസ് ചെയ്യുക, ടെക്നോളജി ഇൻ്റർവെൻഷൻ കൊണ്ടുവരിക, അവിടുത്തെ ആളുകളുടെ എണ്ണം കുറയ്ക്കുക, എഫിഷ്യൻസി കൂട്ടുക, പ്രൊഡക്ടിവിറ്റി കൂട്ടുക. ആ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി അല്ലെങ്കിൽ എലോൺ മസ്കിനെ പറ്റിയല്ല ഞാൻ, അല്ലെങ്കിൽ അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന കമ്പനിയെ പറ്റിയല്ല, ആ ഒരു മൂവ്മെൻറ്റ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഒരു പൊളിറ്റിക്സിൽ ഉണ്ടാവേണ്ടതാണ്. ബ്യൂറോക്രസി ഡെമോക്രസിയെ സൂപ്പർസീഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയാണ് അവിടെ അവർ മുമ്പോട്ട് വെക്കുന്നത്. കാരണം ബ്യൂറോക്രസി എപ്പോഴും ഡെമോക്രസി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആയിട്ട് എലക്ട് ചെയ്ത ലീഡേഴ്സിനെ സപ്ലിമെൻ്റ് ചെയ്യേണ്ട, അതിൻ്റെ സ്പീഡ് കൂട്ടേണ്ട, പ്രൊഡക്ടിവിറ്റി കൂട്ടേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആണ് അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഡോജ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. അത് ഇന്ത്യയിലും ഒരു പരിധിവരെ പരീക്ഷിക്കാവുന്നതാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നു. പ്രതീക്ഷിക്കാവുന്ന മാത്രമല്ല എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ റിച്ച് ബിസിനസ്മെൻ ഹാവ് ആൻ ഇൻഫ്ലുവൻസ് ഓൺ ദ ഗവൺമെന്റ്, ഒരു സംശയമില്ല. ഈ ഡോജ് എന്ന് പറയുന്ന സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിനെ അല്ല, അത് അങ്ങനെ ഒരു സ്ട്രക്ചറായിട്ടൊന്നും ഇല്ല നമുക്ക്. അതെ അതെ. പക്ഷേ അവരുടെ ബിസിനസ് നടത്താൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഗവൺമെന്റിന്റെ സപ്പോർട്ട് വേണമെന്നുള്ളത് കൊണ്ട് അത് ഒളിഞ്ഞു ചെയ്യുന്നതിനേക്കാൾ തെളിഞ്ഞു ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് അതിനെ കണ്ടുകൂടെ? അതായിരിക്കും. പക്ഷേ അവർ ചെയ്യുന്നതും തെളിഞ്ഞ് തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അദാനി അംബാനിയെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് ഒരു സാധാരണക്കാരനെ പറ്റി അല്ലല്ലോ. അവർക്ക് ഗവൺമെൻറ്റിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, അത് ഇൻഫ്ലുവൻസ് ഉള്ളത് നല്ലതാണ്, അത് നമ്മുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ നമുക്കൊരു ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അത് ഇൻഡസ്ട്രി വളരും, ടാക്സേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ് ജനറൽ വെൽത്ത്, ഒരു വെൽത്ത് ക്രിയേഷൻ. വി ഷുഡ് ബി അഷെയിംഡ് ഓഫ് വെൽത്ത് എന്നുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നല്ലോ പണ്ടൊക്കെ. എല്ലാം കളയുക, സന്യാസമല്ലേ ഏറ്റവും വലിയ, ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടല്ലോ. അയിത്തം. അതെ, അങ്ങനത്തെ അയിത്തമൊന്നുമില്ല. ഇപ്പോൾ പണം ഉണ്ടാകുന്നത് ഒരു പാപമല്ല എന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ റോൾ ഇവിടെയുണ്ട്. ഇത് പക്ഷേ ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസിൽ ഹി ഹാസ് ബിക്കം എ നാച്ചുറൽ ലീഡർ ഓഫ് ദി ബിസിനസ്. അതും പ്രസിഡന്റ് ബിസിനസ്മാനാണ്. അപ്പോൾ അവരുടെ ചിന്ത വളരെ ചേർന്നതായിരിക്കും. ഒരു യഥാർത്ഥ പൊളിറ്റീഷ്യൻ ആണെങ്കിൽ ഇയാൾ ബിസിനസ്മാൻ ആണല്ലോ എന്ന് വിചാരിച്ചൊരു ഡിസ്കൗണ്ട് ചെയ്യും. പക്ഷെ അതിവിടെ സംഭവിക്കുന്നില്ല. ഹി അണ്ടർസ്റ്റാൻഡ്സ് ഹൗ. പക്ഷെ ഇതെങ്ങനെ പോവും, രണ്ട് ബിസിനസ്മാൻമാരെങ്ങനെ എത്ര നാളെ അവർ സഹകരിക്കും, എപ്പോഴാണ് അവരുടെ ഇൻഡിവിജ്വൽ പ്രയോറിറ്റീസ് വരുന്നത് എന്നൊക്കെയുള്ളത് അൺനോൺ ഫാക്ടേഴ്സാണ്. പിന്നെ ട്രംപ് അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് നാളെ നമ്മൾ ഇയാളെ ഡിസ്മിസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിശയിക്കാനില്ല. വിവേക് രാമസ്വാമി പോയല്ലോ ഓൾറെഡി. അതെ അതെ അതെ. അതുകൊണ്ട് ട്രംപിൻ്റെ കാര്യത്തിൽ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ ഫിനോമിനൻ ഒരു തരത്തിൽ അമേരിക്ക പ്രയോജനപ്പെട്ടേക്കും. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിന്, പ്രസിഡൻറ്റിൻ്റെ ജഡ്ജ്മെൻറ്റിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാം.
പോസിറ്റീവായിട്ട് ചൈന എങ്ങനെ ഡീൽ ചെയ്യണം, ഇന്ത്യ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ബിസിനസ് മാൻസ് പെർസ്പെക്റ്റീവ് ഓർ ബിസിനസ് പെർസ്പെക്റ്റീവ് മേ കം ഇൻ ടു ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദാറ്റ് വിൽ ബി ഗുഡ്. ഒരു മാർക്കറ്റ് ഡ്രിവൺ അപ്രോച്ചാണ് ബിസിനസ്സിൽ പലപ്പോഴും ഉള്ളത്. അതെ. ഇപ്പോൾ ടെസ്ല എന്ന് പറഞ്ഞൊരു കമ്പനി വന്നപ്പം പെട്രോൾ ഡീസൽ കാറുകൾ ഉപേക്ഷിക്കാൻ ആരും തയ്യാറായില്ല. പക്ഷേ ഇന്ന് ആളുകൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ടെസ്ല കാർ മേടിക്കാനാണ്. അതെ അതെ. അപ്പോൾ അത്തരത്തിലൊരു വിഷണറി ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ തീർച്ചയായിട്ടും ഗവൺമെന്റിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം, ഇന്നോവേഷൻ, ആ ഒരു മോഡൽ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തെ പല രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ആ ഒരു മോഡൽ ഇമിറ്റേറ്റ് ചെയ്തേക്കാം. അതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ വിഷൻ ലിമിറ്റഡ് അല്ലല്ലോ. ഈസ് ഇൻ സ്പേസ് ഓൾസോ, ഈസ് ഇൻ മോസ്റ്റ് ഇന്നോവേറ്റീവ് കൈൻഡ് ഓഫ് ടെക്നോളജി ഓൾസോ. അപ്പോൾ അതൊരു വൺ പേഴ്സൺ ഇൻ ദ ഗവൺമെൻറ് വിത്ത് ഇൻഫ്ലുവൻസ് ഓൺ ദ പ്രസിഡന്റ് വിൽ ഡു എ ലോട്ട് ഓഫ് ഗുഡ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം സർ. ഇന്നൊരു ഒരു പൊളിറ്റിക്സ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഫാമിലി, ഇതെല്ലാം കൺക്ലൂഡ് ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും അവസാനം സാറ്, ശ്രീനിവാസൻ സാർ ആസ് എ ഹ്യൂമൻ ബീയിങ്, സാറിൻ്റെ ഫാമിലിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, മക്കൾ സക്സസ്ഫുൾ ആയിട്ടുള്ള 2 മക്കളാണ് സാറിനുള്ളത്. അപ്പോൾ അതിൽ ഒരു അച്ഛൻ എന്ന രീതിയിൽ, ഒരു ഭർത്താവ് എന്ന രീതിയിൽ, ഒരു ഫാമിലി മാൻ എന്ന രീതിയിൽ സാറിനെ പറ്റി ഒന്ന് സാറിന് തന്നെ ഒന്ന് മാർക്കിട്ടാൽ അതിനെപ്പറ്റി ഒന്ന് ഞാൻ എനിക്ക് 100% കൊടുക്കാൻ തയ്യാറാണ്. അത് ഞങ്ങളെല്ലാവരും എഗ്രി ചെയ്യുന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു ഞാനും ഒരു അച്ഛനാണ്, അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാതാപിതാക്കൾക്ക് സാറിൻ്റെ ഒരു ആ ഒരു പെർസ്പെക്റ്റീവൂടെ, അല്ലെങ്കിൽ ആ ഒരു സൈഡൂടെ അറിയാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും ഐ എം എ ഫാമിലി മാൻ ഇൻവോൾവ് ഡീപ്ലി ഇൻ ദ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ because my wife was also very very positive on that. അപ്പോൾ അതുകൊണ്ട് we have always maintained a family even though we always did ആർട്ട് not ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. അതെ, അത് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആണ്. പിന്നെ നാട്ടിൽ നമ്മുടെ പേരൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്, അതുപോലെ അവർക്ക് കുറച്ചുകൂടെ ഫ്രീഡം കൊടുക്കുക, അവരുടെ ചോയ്സ് ഓഫ് പ്രൊഫഷൻ അവർ തന്നെ ചെയ്തതാണ്. എൻകറേജ് ചെയ്യുന്ന വഴി തന്നെ അല്ല അവർ പോയതെന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾ ഫോറിൻ സർവീസിൽ പോകണോ അല്ലെങ്കിൽ IAS പോകണമൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കാത്തത് അവരുടെ തന്നെ താല്പര്യങ്ങളുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഞാൻ എൻകറേജ് ചെയ്യാണ് ചെയ്തത്. ലുക്കിംഗ് ബാക്ക് അറ്റ് ഇറ്റ്, ഹി ഹാസ് ഡൺ ബെറ്റർ ദാൻ വാട്ട് എ ഫോറിൻ സർവീസ് ഓഫീസർ വിൽ ഡു. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ്. ഇപ്പോഴും ഒരു അംബാസഡറുടെ വീട്ടിൽ പോകുമ്പോൾ ഹി തിങ്സ് ഞാൻ ഈ വീട്ടിൽ താമസിക്കേണ്ട ആളായിരുന്നല്ലോ. അന്നേരം മാത്രമേ ഉള്ളൂ റിഗ്രറ്റ് പുള്ളിക്ക്, അല്ലാത്തപ്പം റിഗ്രറ്റ് ഒന്നുമില്ല. അപ്പം വാട്ട് ഹി ചോസ് ഹിസ് ഓൺ പ്രൊഫഷൻ. അതുപോലെ എല്ലാവരും, ഈവൻ മൈ വൈഫ് വാസ് വെരി ആക്റ്റീവ്, എല്ലാ കാര്യത്തിലും സൊസൈറ്റിയിൽ ഇൻവോൾവ് ആയിരുന്നു. അതേ സമയത്ത് ഫാമിലിയെ ടേക്ക് കെയർ ചെയ്തു. പിന്നെ ഫോറിൻ സർവീസ് ഒരു ഫാമിലി ബിൽഡിംഗ് തരത്തിലുള്ളതാണ്. ഞങ്ങൾക്ക് വീട്, അതിനുള്ള സൗകര്യങ്ങൾ, ജോലിക്കാർ, ഇതൊക്കെ കിട്ടുന്ന ഒരു സർവീസാണ്. അപ്പോൾ നമ്മൾ വി ആർ നോട്ട് ടോട്ടലി ഫോറിൻ, അങ്ങനെയല്ലല്ലോ. അപ്പം വെളിയിലാണെങ്കിൽ എത്ര മില്യനറായാലും ഡ്രൈവർ കാണില്ല, കുക്ക് കാണില്ല. അപ്പം ഞങ്ങളങ്ങനെയല്ല, ഒരു ഇന്ത്യയിലെ സിസ്റ്റത്തിൽ തന്നെയാണ് വളർന്നതും കുട്ടികളെ വളർത്തിയതുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് വലിയ തെറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണല്ലോ റിയൽ ടെസ്റ്റ്. അപ്പോൾ സോ ഫാർ വി ആർ ഗോൺ ഓൺ വെൽ. ഒരു ക്വാളിറ്റി ടൈം ഫാമിലിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് ഡിപ്ലോമസി പലപ്പോഴും ഈവനിങ്സ് ആർ നോട്ട് ഫ്രീ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സാറിൻ്റെ മക്കളുടെ ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയാമോ? ഇല്ല, അയാളുടെ സൺ ജേർണലിസം ആയിരുന്നു അവൻ്റെ പാഷൻ. ഞങ്ങൾ സിവിൽ സർവീസിന് പഠിപ്പിക്കുമ്പോൾ അവൻ രാത്രി പോയി പൈനിയറിൻ്റെ ഓഫീസിൽ പോയി വർക്ക് ചെയ്യുമായിരുന്നു, ഞങ്ങളറിയാതെ. അതൊരു പാഷനായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തപ്പോൾ കൊളംബിയ ജേർണലിസം സ്കൂൾ എന്നുള്ളത് ഇറ്റ് വാസ് സെറ്റ് ഇൻ ഹിസ് മൈൻഡ്. സോ വി ഡിഡ്ന്റ് ട്രൈ ടു ചേഞ്ച് ഹിം. And so, fortunately, I got posted to New York at that particular time. He did very well. He became a teacher the next day after his education. And then he has risen very high in technology. He has never studied history ആണ് പഠിച്ചത്. പക്ഷേ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി അഭിപ്രായം ചോദിക്കുന്നത് അദ്ദേഹത്തോടാണ്. കാരണം അവനൊരു സയൻറ്റിഫിക് അപ്രോച്ച് അല്ലാതെ ഒരു മോർ ഹോളിസ്റ്റിക് അപ്രോച്ചുണ്ട്. ഇപ്പം നോൺ സ്കെയറി AI എന്നാണ് അദ്ദേഹത്തിൻ്റെ ലെക്ചർ. അതിപ്പം ഈസ് ബീൻ ഇൻവൈറ്റഡ് ഓൾ ഓവർ ദ വേൾഡ്. And then he has very big clients like United Nations, Nobel Prize Committee, അദാനി, അംബാനി, ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ ക്ലയൻസാണ്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ പ്രസൻസ് ഈ ഇൻ്റർനെറ്റ് വേൾഡിൽ ഇല്ലെങ്കിലും നമ്മൾ നോബഡി. ഇപ്പം നമ്മളതിന് ആവശ്യത്തിന് ഫീഡ് ചെയ്തില്ലെങ്കിൽ ചാറ്റ് GPT ചോദിക്കും ഐ ഡോണ്ട് നോ ദിസ് മാൻ എന്ന് പറയും. അപ്പോൾ അതാണ് എല്ലാവർക്കും ഫിയർ. ദാറ്റ്സ് വൈ പീപ്പിൾ ഹയർ പീപ്പിൾ.
why does the Nobel Prize Committee need publicity? അതെ പക്ഷേ they're involving him to create an image of Nobel Prize എന്നുള്ള ഡെഫിഷ്യൻസി മഹാത്മാഗാന്ധിക്ക് കൊടുക്കാത്ത എന്താണ്, ഇതൊക്കെ they study and propagate. Similarly about even the big businessmen want an image for themselves. അപ്പോൾ ആ ബിസിനസ് what he is doing has a great prospect as technology improves. അപ്പോൾ അതുകൊണ്ട് he is doing well. The other person, of course, he has done business management and working for an American company in Dubai. And he is oriented towards a profession in management. And he has not changed too much. Once or twice only he's changed. സാറിൻ്റെ കൊച്ചുമക്കളെ പറ്റി അത് ഒരാൾ again ബിസിനസ് ആയിട്ട് തിരികെയാണ് ബോസ്റ്റണിൽ. ബട്ട് ദ ഡോട്ടർ, the granddaughter has political ambition. She wants to be the American ambassador to India എന്നാണ് പുള്ളിയുടെ ആഗ്രഹം. അതുകൊണ്ട് she concentrates on international politics. പിന്നെ എൻവയൺമെൻറ്റ് കോൺഷ്യസ് ആണ് ഭയങ്കരമായിട്ട്, വെരി ആക്റ്റീവ് ആണ്. ഷീ ഗോട്ട് ദി ഹയസ്റ്റ് സ്കോളർഷിപ്പ് ഇൻ എനി യൂണിവേഴ്സിറ്റി ഇൻ ദ US. ഇന്ത്യൻ ടേംസിൽ പറഞ്ഞാൽ ഏകദേശം 3 crores. അത് പറഞ്ഞാൽ നമുക്ക് തന്നെ ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു? ഡ്യൂക്കിൽ. For academic purpose, she can go anywhere she wants, go and attend some university somewhere, travel. It's the biggest in amount that an undergraduate student can get. ഏത് ഡൊമൈനാണ് She is doing sustainable development. That is her interest. She will give you a talk on sustainable development. നമ്മൾ വഴി കണ്ടാൽ മതി. എന്താ പഠിക്കുന്ന മോൾ എന്താ പഠിക്കുന്നത് ചോദിച്ചാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നമ്മളത് പ്രതീക്ഷിക്കില്ലല്ലോ, ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ എന്നുള്ളതാണ്. അപ്പം സോ വിൽ ആസ്ക് വാട്ട് ഈസ് സസ്റ്റൈനബിൾ, ദെൻ വിൽ ബട്ടൺ ഹോൾ യു ആൻഡ് ഗിവ് യു എ ലെക്ചർ. അത്ര കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ രണ്ടുപേരും ഡൂയിങ് വെൽ. They are both graduating in May. Okay. So you'll be in US. Yes, that is absolutely mandatory. താങ്ക് യു വെരി മച്ച്. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു കോൺവെർസേഷൻ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു സർ. ലുക്കിംഗ് ഫോർവേഡ് ടു Like Trump said to Modi, Bangladesh, I leave you in your hands. So I leave it in your hands. അത് നല്ല ക്ലവർ ഫോർമുലേഷൻ ആയിരുന്നു. അതെ അതെ അതെ, പുള്ളിക്കൊന്നും പറയണ്ടല്ലോ. അതെ അതെ. പക്ഷെ അതേസമയത്ത് ഒരു മെസ്സേജ് ഉണ്ട്, അതെ, ദാറ്റ് ഐ വിൽ നോട്ട് ഇന്റർവീൻ, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതെ. ബട്ട് ഈ സെഡ് ഇറ്റ് ഇൻ സച്ച് എ വേ, ഇറ്റ് കെയിം നാച്ചുറലി. കാരണം അക്യൂസേഷൻ ഹസീനെ മാറ്റിയത് അമേരിക്കൻസ് ആണെന്നാണല്ലോ. അതെ അതെ. അപ്പോൾ അത് പ്രൂവ് ചെയ്തിട്ടില്ല ഒരിക്കലും. എന്നാലും ബൈ സേയിങ് ദിസ് ഹി ഈസ് സേയിങ് ദാറ്റ് വി ആർ നോട്ട് ഇൻവോൾവ്ഡ് എന്നുള്ളൊരു. അതുപോലെ സോ ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ഹൗ യു യൂസ് ഇറ്റ്. താങ്ക് യു സർ. അടിയൊന്നും ഇങ്ങോട്ട് അയക്കരുത് എന്നുള്ളത് മാത്രം. ഗൂഗിളുണ്ടല്ലോ.